പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഹോസ്പിറ്റലിൽ രോഗി സന്ദർശനത്തിന് വേണ്ടി പോയതാ. അപ്പോൾ ഒരു ചേച്ചി എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ചിരിയൊക്കെ കൊള്ളാം, പക്ഷേ സിസ്റ്റർമാരെ അടിക്കണം, നിങ്ങളെ പിടിച്ചിട്ട് അടിക്കണം എന്ന്. ആ ചേച്ചി ഭയങ്കര ധാർമ്മിക രോഷത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിങ്ങളെ പോലെയുള്ളവർ ഓൾഡ് ഏജ് ഹോമുകൾ തുടങ്ങിയിട്ട് ഇന്ന് നാട്ടിലുള്ള മനുഷ്യരെയൊക്കെ മോശമാക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഞങ്ങളുടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു ദിവസം ഒരു അപ്പനും മോനും കൂടി വന്നു. അപ്പോൾ ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രത്യേകത, മക്കളുള്ളവരെ ഞങ്ങൾ ഒരിക്കലും എടുക്കില്ല, മക്കളില്ലാത്ത മാതാപിതാക്കൾ മാത്രമേ അവിടെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഈ മകൻ അന്നത്തെ സുപ്പീരിയറായ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് കിടന്നിരുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ അല്പം ദയ തോന്നി കൊണ്ടുവന്ന് വിട്ടതാണ്. അപ്പോൾ ആ സിസ്റ്റർ ഈ മകനെയും കൂട്ടിക്കൊണ്ട് അപ്പനെയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഈശോയുടെ രൂപം കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് നിൻ്റെ അപ്പനല്ല എന്ന് ഈ രൂപത്തിൽ തൊട്ട് നിനക്ക് സത്യം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ ആ അപ്പൻ പറഞ്ഞു, വേണ്ട മോനെ, വേണ്ട, വേണ്ട സിസ്റ്റർ, വേണ്ട. പക്ഷേ ആ മകൻ കൈ നീട്ടി ഈശോയുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് അപ്പൻ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട മോനെ, അരുത്, അരുത് എന്ന്. എന്നിട്ട് നമ്മളവരെടുത്തില്ല, അവർ പോയി. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വലിയ പണക്കാരാണ്, ഇന്നോവ കാറിൽ വന്നിരിക്കുന്നു. കണ്ടാലും വലിയ മാന്യരായ മനുഷ്യർ, നല്ല എഡ്യൂക്കേറ്റഡായ മനുഷ്യർ. അങ്ങനെ അവരവിടെ വിട്ടു പോയി. പിന്നീട് ഒരു സായന്തനായപ്പോൾ വാച്ച്മാൻ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ കാണുന്നത് മഴയത്ത് തണുത്ത് വിറങ്ങലിച്ച് നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന രാവിലെ കണ്ട ആ മനുഷ്യനെയാണ്. ആ മനുഷ്യനെ ഞങ്ങൾ എടുക്കണമോ വേണ്ടയോ, നിങ്ങൾ തന്നെ പറ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഓടിച്ചെല്ലുക ഈ പ്രായമായ അപ്പാപ്പന്മാരുടെയും അമ്മമാരുടെ അടുക്കിലേക്ക്. അവരെ കുളിപ്പിച്ച് അവരൊന്നുക്കും രണ്ടുക്കും പോയതെല്ലാം കോരിക്കളഞ്ഞ് അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് അവരുടെ മുറിവുകളിൽ മരുന്നുകൾ വെച്ച് കെട്ടി അവരെ ശുശ്രൂഷിച്ച് അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് അവരെ സന്തോഷത്തോടെ കിടത്തി ഉറക്കി ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് വെച്ച് പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഓരോ വീടാന്തരം കയറി ഇറങ്ങി കൈ നീട്ടി ചിലർ 50 രൂപ തരും, ചിലർ 100 രൂപ തരും, ചിലർ 1000 രൂപ തരും. അങ്ങനെ പലതരത്തിൽ സഹായിക്കുന്ന നല്ല മനുഷ്യരുടെ കാരുണ്യം കൊണ്ട് ഈ അപ്പാപ്പൻ അമ്മമാരെ എല്ലാം ഞങ്ങൾ നോക്കുന്നത്. ഇവർക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ ബിരിയാണി വേണോ ബിരിയാണി, ചിക്കൻ വേണോ ചിക്കൻ, ഇവരെന്ത് ഭക്ഷണം പറഞ്ഞാലും എന്ത് ആഗ്രഹം പറഞ്ഞാലും ഇവരുടെ മക്കളെക്കാളും കൂടുതൽ നന്നായി ഇവരെ നോക്കി ശുശ്രൂഷിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ് ഈ കാര്യം. ഇതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? ഞങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ രക്തബന്ധമോ ഒന്നുമല്ല, ആരുമല്ലാത്ത, ഞങ്ങളുടെ സ്വന്തമല്ലാത്ത, രക്തബന്ധമല്ലാത്ത ആ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണോ തെറ്റ്? ഇനി ചേച്ചി പറ. ആ ചേച്ചി എൻ്റെ കരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നോട് എൻ്റെ കരം മുത്തിയിട്ട് ആ ചേച്ചി പറഞ്ഞു, നിങ്ങളാണ് ദൈവങ്ങൾ. സ്തുതിയായിരിക്കട്ടെ.